ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നോമ്പ് 5 അഞ്ചാമത്തെ നോമ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നത് സന്തോഷം. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ, നോമ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യട്ടോ. ഒരു 3 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഡെയിലി കിച്ചണിൽ കയറാറ് കേട്ടോ. പക്ഷേ ഇന്ന് കുറച്ച് പത്തിരിയൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ ഇന്നലെ പരത്തി വെച്ച കാരണം ഇന്ന് 4 മണി കിച്ചണിൽ കയറാൻ. അപ്പോൾ ഞാൻ കിച്ചണിൽ കയറിയിട്ട് ആദ്യം തന്നെ ഇന്ന് എന്താ ചെയ്തതെന്ന് വെച്ചാൽ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നിൽക്കുകയാണ് ചെയ്തത്. അതിങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിട്ട് ചൂടാറാണ്ട് വെച്ചാൽ പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതിനുള്ള ഉള്ളി തക്കാളി ഒക്കെ മുറിച്ച് വെക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സമൂസ എന്ന് പറയുന്ന സാധനം പണ്ടൊക്കെ ഭയങ്കര ഡിമാൻഡുള്ള സാധനമായിരുന്നു. കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ നോമ്പ് തുറ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് കിട്ടിയിരുന്നത്. ഞങ്ങളൊരു വലിയ ഫാമിലി ആയ കാരണം ഭയങ്കര ഇതായിരുന്നു. പക്ഷേ ഇപ്പം അതാ എൻ്റെ എല്ലാ നോമ്പിനും മസ്റ്റ് ഈ സാധനം ഉണ്ടാവലുണ്ട് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഇത് തിന്ന് മടുത്ത് എന്നൊക്കെ പറയാമല്ലോ. അങ്ങനെ അപ്പോൾ ചൂടായപ്പോൾ ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് മിക്സാക്കി. ഈ സമൂസ എന്ന് പറയുന്നത് ഇതിൽ ഞാൻ ഗ്രീൻ പീസും ഇട്ടിക്കണ്, ചിക്കനും ഇട്ടിക്കണ്, ഒരു മിക്സഡ് സമൂസ എന്നൊക്കെ പറയാം കേട്ടോ. സംഭവം പൊളിയാണ്. സമൂസ എങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് തന്നെയല്ലേ. നോമ്പൊന്ന് തിന്നപ്പോൾ ഭയങ്കര ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ റെഡിയാക്കി ചൂടാറാൻ ഞാൻ വെക്കുക ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ പത്തിരി പുറത്ത് കുറച്ച് നേരമായി എടുത്ത് വെച്ചിട്ട് അങ്ങനെ അടുപ്പത്ത് പത്തിരി ചൂടാമെന്ന് വിചാരിച്ച്. പത്തിരി ഞാൻ അടുപ്പത്താണ് ചൂടാറ്. പിന്നെ അങ്ങനെ ഞാൻ ആദ്യം കത്തിച്ചപ്പോൾ അത് ഫ്ലോപ്പായിട്ടാണ്. പേപ്പറിൽ കത്തിച്ച് കൊടുത്തപ്പോൾ അടുപ്പ് കത്തിയില്ല കേട്ടോ. അപ്പം തന്നെ എനിക്കൊരു മിസ്റ്റേക്ക് അങ്ങോട്ട് തോന്നി. കാരണം എന്താണെന്നറിയോ, ഞാൻ പത്തിരിനെ ഇന്നലെ പരത്തി വെച്ചിട്ട് എൻ്റെ അയൽവാസിയത്തെ താത്ത പറഞ്ഞു കുറേ ഉണ്ടാക്കിയ ബാക്കി ഉണ്ടെങ്കിൽ പരത്തിയിട്ട് അടപ്പുള്ള പാത്രത്തിൽ ഫ്രിഡ്ജിൽ വെച്ച് റെഡി ആവുമെന്ന് പറഞ്ഞു, പിറ്റേ ദിവസം എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അടുപ്പുള്ള പാത്രത്തിലൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇതാക്കിയത്. അപ്പോൾ ഞാൻ എടുത്ത പാടന്നെ ഒരു ബലം വെച്ച പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ചുട്ടത് തുടങ്ങിയപ്പോൾ നല്ല സോഫ്റ്റ് പത്തിരി തന്നെ കിട്ടിയിട്ടാണ്. അപ്പോഴാണ് ഒരു ആശ്വാസമായത്. അങ്ങനെ ഞാൻ വീണ്ടും കത്തിക്കാൻ നിന്ന്. അത് എന്താണെന്നറിയോ, മഴ പെയ്തിട്ട് നനഞ്ഞിങ്ങനെ 2 ദിവസമായിട്ട് നിർത്താതെ മഴയാണ് രാത്രിയിൽ. അപ്പോൾ ഞങ്ങൾ അടുപ്പൊക്കെ ഒരു വിധം ഒന്നുകൊണ്ട് നനഞ്ഞിന്നൊരു വിധം. അതാണ് ആദ്യം കത്തിച്ചപ്പോൾ പിന്നെ കെട്ടത്. പിന്നെ നല്ല ഉഷാറായി അടുപ്പ് കത്തിയിട്ടാണ്. അങ്ങനെ പിന്നെ ഞാൻ പത്തിരി ഓരോന്നായി ചുട്ടു. ഇപ്പം കണ്ട കലാപരിപാടി ഈ ഇടയായിട്ട് ഈ സമയത്ത് ഉണ്ടാവുന്ന ഒരു തരം കലാപരിപാടിയാണ് കിടന്ന് കരയുക എന്നുള്ളത്. എന്തിനേലും വാശി പിടിച്ച് കരയുക, അത് തന്നെ ഈ സ്വാഭാവികം. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് പായുക, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എടുത്തിട്ട് എറിയുക. ഞാൻ കത്തിയെടുക്കാവുമ്പോൾ മറ്റേ കത്തി ഓനെടുത്ത് പോവുക. അങ്ങനെയൊക്കെയാണ് വൈകുന്നേരം അങ്ങോട്ട് പണിയുടെ ഇടയിൽ ഉണ്ടാവുന്ന ഓരോരോ കലാകാരന്മാരാണ് അതൊക്കെ. അങ്ങനെ പത്തിരിയൊക്കെ അടിപൊളിയായി ചുട്ടെടുത്തിട്ടാണ്. പത്തിരി പിന്നെ ഫേവറായിട്ടാണ്, നാളെ മാറ്റി പിടിക്കണം. അങ്ങനെ പത്തിരി ചുടൽ കഴിഞ്ഞപ്പോൾ ഞാൻ ചോറുണ്ടാക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ട് ചെറിയൊരു കുടുക്കയാണ്. ഒരു നായി പോലും മാക്സിമം ഞാൻ ഇടാറില്ല, കുറച്ച് ഇടാറുള്ളൂ. ചോറ് പിന്നെ കഴിച്ച് അങ്ങനെ. പിന്നെ അമ്മക്ക് ചോറ് വേണം, പിന്നെ അത്താഴത്തിനും ചോറ് വേണം. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ചോറ് ഉണ്ടാക്കും, എന്നാലും അത് ബാക്കിയാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പത്തിരിക്കുള്ള കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരകുകയാണ്. തേങ്ങ വെച്ചിട്ടുള്ളൊരു മുട്ടക്കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ മലപ്പുറത്തൊക്കെ അത് ഓരോരുത്തർ ഉണ്ടാക്കുന്നതാണ് അങ്ങനെ. അപ്പോൾ ഒരു തേങ്ങൻ്റെ ബാക്കിയുള്ളതായിരുന്നു ഞാൻ ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ അത് തികയൂലെന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെയും വീണ്ടും ഒരു തേങ്ങ പൊളിച്ച് കൊണ്ടുപോയി ചെയ്തത്. അപ്പോൾ ഇതിന് നമ്മളെ വെള്ളമൊക്കെ തിളച്ചിരുന്നു. അങ്ങനെ അരിയൊക്കെ കഴുകിയിട്ട് അതിലിട്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്തത് സമൂസൊക്കെ റോളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടാൻ നിന്ന്. അപ്പോൾ തന്നെ സമയം ഒരു 5:30 ആ ടൈം ആയിക്കണേ. ഈ മുട്ടക്കുട്ടി നമ്മളെ അയൽവാസിയത്തെ കുട്ടിയാണ്. അപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്ന് കേട്ടോ, അടുക്കളയ്ക്ക് മാലിക്കിൻ്റെ ഒപ്പം കളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്.
അപ്പോൾ ഞാൻ കുറച്ച് ധൃതിയിൽ തുടങ്ങി. ഒരു 4 മണിക്ക് തുടങ്ങിയതാണെന്നുണ്ടെങ്കിലും കഴിയണം എന്നുണ്ടെങ്കിൽ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിന് കുറച്ച് മുന്നേ വരെ പണികൾ തന്നെ ആവും കേട്ടോ. അപ്പോൾ അതാ മുട്ടക്കറി തേങ്ങ അരച്ചതൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് മുട്ട പൊട്ടിച്ചിടുക കേട്ടോ ചെയ്യുന്നത്. കറിയോ ഇല്ലയെന്ന് അറിയില്ല. ഈ റെസിപ്പി ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ വീട്ടിലത്തെ കോഴിയിട്ട മുട്ട തന്നെയാണ് ഇട്ടത്, നല്ല നാടൻ മുട്ട. അപ്പോൾ അതൊന്ന് നല്ല ഇങ്ങോട്ട് തിളച്ചതിന് ശേഷം മുട്ട ഇങ്ങനെ വേറിട്ട് വരും. അപ്പോൾ അത് റെഡിയാവും. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ചായ വെച്ച് അടുപ്പത്തെ ചോറൊക്കെ ഊറ്റി വെച്ചിരുന്ന് പിന്നെ ഞാൻ ജ്യൂസ് ഉണ്ടാക്കാനാണ് നിന്നിട്ട്, തണ്ണിമത്തൻ്റെ ജ്യൂസ്. അത് കഴിഞ്ഞിട്ട് രാത്രി മഴ പെയ്യുമെന്ന് കണ്ടപ്പോൾ ഞാൻ വേഗം അയൽമക്ക് പാഞ്ഞു. വിഭവങ്ങളുടെ വീഡിയോ എടുക്കാൻ പറ്റാത്ത കാരണം നോമ്പ് തുറക്കുന്ന ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് എടുക്കുക.